വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 30th ഓഗസ്റ്റ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 1st സെപ്റ്റംബർ മുതൽ 5th സെപ്റ്റംബർ വരെയുള്ള വീക്കാണ്. എല്ലാവരും ഒരു ഓണത്തിൻ്റെ മോഡിലാണെന്ന് അറിയാം. പലയിടത്തും ഓണത്തിൻ്റെ സെലിബ്രേഷൻസൊക്കെ ഇന്നും ഈ ആഴ്ചയിൽ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ വ്യൂവേഴ്സിനും ക്ലയൻസിനും എല്ലാവർക്കും ഞാനൊരു വളരെ നല്ല ഓണം ആശംസിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിൽ നമ്മൾ യുഎസിൻ്റെ രണ്ടാമത്തെ 25% എന്നുള്ള സ്ലാബിൽ ഉള്ള താരിഫ് കൂടെ വരുന്നത് കണ്ടു. അതിനെ തുടർന്ന് മാർക്കറ്റും വളരെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും 50% താരിഫ് എന്നുള്ള രീതിയിലേക്ക് അത് വരുമെന്ന കാര്യത്തിൽ എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വീക്കിലും ഇതുപോലുള്ളൊരു താരിഫ് വന്നിട്ടും നമ്മുടെ മാർക്കറ്റ് 443 പോയിൻറ്റ്സ്, നിഫ്റ്റി 443 പോയിൻറ്റ്സ് മാത്രമാണ് താഴ്ന്നത്. 24,426 നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നിഫ്റ്റിയുടെ ഈ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് വലിയൊരു ഹ്യൂജ് സെൽ ഓഫിലേക്ക് അത് പോയില്ല എന്നുള്ളതിൽ നിന്നും നമ്മൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ഇന്ത്യ ഇപ്പോൾ ഒരു മേജർ ഇക്കോണമി ആയിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ഇന്ത്യ യുഎസുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഗ്ലോബലി തന്നെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ എക്സ്പോർട്ട്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ബിസിനസ് വളരെ സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട്. യുഎസിലേക്കുള്ള ഈ എക്സ്പോർട്ട്സ് എന്തായാലും കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രപ്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറും അതുപോലെ തന്നെ ഡയറി സെക്ടറും ഓപ്പൺ അപ്പ് ചെയ്യണമെന്നുള്ളതാണ് യുഎസിൻ്റെ ഒരു ഡിമാൻഡ്. അതിന് ഇന്ത്യ വഴങ്ങാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നുള്ളതൊക്കെ ഒരു എക്സ്ക്യൂസസ് പോലെ പറയുന്നൊരു കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഈവൻ ഇത് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മോദി യുദ്ധമാണെന്ന് വരെ ഒരു യുഎസിലൊരു ഒഫീഷ്യൽ പറയുന്ന ഒരു ലെവലിലേക്കൊക്കെ വരെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഇതിൻ്റെ പിന്നിലുള്ള കാര്യം യുഎസിന് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറും അതുപോലെ തന്നെ ഡയറി സെക്ടറും ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാത്തതിലുള്ള അതിൻ്റെ ഒരു റിട്ടാലിയേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്തിന് ഒരു കാരണവശാലും അഗ്രികൾച്ചറും ഡയറിയും സെക്ടറുകളൊന്നും ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഹ്യൂജായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ അറിയാം, ഇത് അഗ്രികൾച്ചർ സെക്ടറൊക്കെ ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി അവിടെ നിന്ന് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 145 കോടിയോളം വരുന്ന ജനങ്ങളിൽ വലിയൊരു ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് അഗ്രികൾച്ചറൽ ഫാമേഴ്സൊക്കെ ആയിട്ടാണ് അവർ ഉപജീവനം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ 1-2 പശുവിനൊക്കെ വളർത്തിയിട്ടാണ് അതിൽ കുറേയധികം ലക്ഷക്കണക്കിന് പേര് ജീവിതമാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ജീവിതമാർഗം അടയ്ക്കുന്ന രീതിയിലേക്കുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾറെഡി ഫാമേഴ്സിൻ്റെ സൂയിസൈഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിലേക്ക് കൂടുന്ന ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എന്തൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടായാലും ഇന്ത്യ ഏതൊരു ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിലും അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ സ്റ്റേണായിട്ട് ഇങ്ങനെ ഈ കാര്യത്തിൽ നിൽക്കുന്നത്. അതിൽ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്നത് ഒരു ഇന്ത്യയിലേക്ക് ഇതുപോലെയുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിന് ഇന്ത്യയെ ഫോഴ്സ് ചെയ്ത് സൈൻ ചെയ്യാനുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് ആണ്. പക്ഷെ നമ്മൾ കണ്ടു, യൂറോപ്പും യുഎസായിട്ട് വളരെ അവരുടെ അലൈസായിട്ടുള്ള യൂറോപ്പും അതുപോലെ ജപ്പാനും ഒക്കെ ലാസ്റ്റ് യുഎസ് പറഞ്ഞതുപോലെയൊക്കെയുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തെങ്കിലും അവരുടെ മേലൊക്കെ താരിഫുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമല്ല. അപ്പോൾ അതേസമയം അവർ റെസിസ്റ്റ് ചെയ്ത് നിന്ന ചൈനയും റഷ്യയൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ്
ഇപ്പോൾ US ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതി തന്നെയായിരിക്കും വരും ദിവസങ്ങളിലൊരു സക്സസ്ഫുൾ ഒരു ഫോർമുല ആയിട്ട് വരിക. അതുകൊണ്ട് അതിനിടയിലുണ്ടാകുന്ന കുറച്ച് നമുക്ക് നമ്മൾ ഈ ടർബുലൻസ് ഉണ്ടാകുമെന്നുണ്ടെങ്കിലും അതൊരു ലോങ് ടൈമിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഇക്കണോമി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഔട്ട്കം ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഈ നമുക്കറിയാം H1B വിസയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ US കുറേയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള കംപ്ലയൻസസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം കുറേയധികം ഇന്ത്യയിൽ നിന്ന് കുറേ പേര് വളരെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനുള്ളവർ US പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഇവിടെ നിന്ന് ടെമ്പററി ഒക്കെ ആയിട്ടുള്ള അവിടേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിസയാണ് H1B വിസ എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടെ പോയിരുന്നതൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആക്ച്വലി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ടാലൻ്റാണ് പലപ്പോഴും US പല മേജർ കമ്പനികളിലെയും വലിയ സക്സസിൻ്റെ ഒക്കെ പുറകിൽ വർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളത്. എന്തായാലും അതിൽ US ഇപ്പോഴെടുക്കുന്ന ഒരു ഇത് H1B വിസ ഒക്കെ കുറച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ടാലൻസ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ അകത്ത് തന്നെ സ്റ്റാർട്ടപ്പുകളായിട്ടോ അല്ലെങ്കിൽ അവർ മറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ടെക്നോളജിയൊക്കെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകുകയും ഈ ടാലൻസ് US വർക്ക് ചെയ്യാതെ വരുന്ന ഷോർട്ടേജ് മൂലം US ടെക്നോളജി എല്ലാം പിന്നിലേക്കും പോകാനുള്ള പോസിബിലിറ്റിയാണ് വളരെയധികം ഉള്ളത്. അപ്പോൾ എപ്പോഴും ഇന്ത്യൻ ടാലൻസ് മാക്സിമം ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാം ചൈനയിലെ ഒക്കെ അധികം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് US പോകുന്നുണ്ടെങ്കിലും യൂത്ത്സ് തിരിച്ചു വന്ന് ചൈനയിലാണ് അവർ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇന്ത്യയിൽ ടാലൻസ് ഇതുപോലെ US എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള ജോലിക്കൊക്കെ ആയിട്ട് US പോയാലും അവർ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാറില്ല. ഇപ്പോൾ നമ്മൾ തന്നെ വളരെ പറയാറുണ്ട്, US പല കമ്പനികളുടെയും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് വളരെ അഹങ്കാരത്തോടുകൂടി പറയാറുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു വശമുണ്ട്. അവരൊക്കെ ഇന്ത്യയിലാണ് ഒരു സ്ഥാപനങ്ങൾ തുടങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ എത്ര വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതും ആ സ്ഥാപനങ്ങളിലൊക്കെ എത്ര പേർക്ക് ജോലി കിട്ടുമായിരുന്നു എന്നുള്ളതും അതിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ ആ ഒരു വശം അവിടേക്ക് പോകുന്നവരുടെ എണ്ണം കുറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതൽ ടാലൻസ് കൂടുതൽ ഇവിടെ സ്റ്റാർട്ടപ്പുകളിലേക്ക് മാറുകയും ആ സ്റ്റാർട്ടപ്പുകളിലൊക്കെ വരുന്ന എംപ്ലോയ്മെൻറ്റ്സൊക്കെ ഇന്ത്യൻസിന് വലിയൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു എന്തായാലും നമുക്കറിയാം US ഇത്ര വലിയൊരു കടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്രയും അവർ വറീഡായിട്ട് ഇതുപോലെയുള്ള ഡിസിഷൻസും സ്റ്റെപ്പുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്നും ഇതുപോലെ നമ്മൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും ഇതിനൊരു റിവേഴ്സ് ട്രെൻഡ് വരും എന്നുള്ളത് തന്നെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം US എല്ലാ വേൾഡിലെ എല്ലാ കൺട്രീസും ഉപയോഗിച്ചു അവരുടെ എക്കണോമിക്സ് ഗ്രോ ചെയ്യാനൊക്കെ. ഇനി ഇവിടെ നിന്നുള്ള ഇതൊരു സെറ്റ് ബാക്ക് ആണെങ്കിൽ അവിടെ നിന്നുള്ള അടുത്ത പ്ലാനിങ്ങുകളായിട്ട് ഇപ്പോൾ നമുക്കറിയാം ചൈന വലിയ രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, ജപ്പാൻ വളരെ നല്ലൊരു പാർട്ട്ണറാണ്, റഷ്യയുമായിട്ട് നമുക്ക് പാർട്ട്ണർഷിപ്പിൽ പോകാം. കുറേയധികം റഷ്യ തന്നെ US എക്സ്പോർട്ട്സ് കുറയുകയാണെങ്കിൽ അതിൽ മാക്സിമം ഐറ്റംസ് അവർ അബ്സോർബ് ചെയ്യാമെന്ന് ഓൾറെഡി നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ഇൻറ്റേർണലായിട്ടുള്ള കൺസംഷൻ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഇമ്പോർട്ടുകൾ കുറച്ചുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കൺസംഷനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ US ഒരു താരിഫ് യുദ്ധത്തോടെ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. ഇതെന്തായാലും ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട്
ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമുക്ക് ഇന്ത്യൻസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കും സപ്പോർട്ട് ചെയ്യാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ഈ ഒരു ട്രെൻഡിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസത്തിൽ വന്ന ഇന്ത്യയുടെ GDP ഡാറ്റ, ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ GDP ഡാറ്റ 7.8% ഗ്രോത്താണ് കഴിഞ്ഞ വർഷത്തെ 6.5% GDP ഗ്രോത്തിനേക്കാൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡാറ്റയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 0.5% അധികം യൂസിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ താരിഫ് മൂലം നമ്മുടെ GDP കുറയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾക്ക് 7% മുകളിലൊക്കെ ഈവൻ RBI തന്നെ പ്രതീക്ഷിച്ചിരുന്നത് 6.5% GDP ഗ്രോത്താണ്. അപ്പോൾ നമുക്കൊരു 7% GDP ഗ്രോത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇന്ത്യ വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമി എന്നുള്ള ടാഗ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിതുപോലെയുള്ളൊരു താരിഫ് യുദ്ധത്തിനൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇതിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മേത്ത് ഇതുപോലെയുള്ള താരിഫുകളൊക്കെ ചാർജ് ചെയ്യാനൊന്നും ആരും ധൈര്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഔട്ട്കം. അപ്പോൾ നമുക്കിതിനെ 1-2 മാസം എടുക്കുമായിരിക്കും ഇതിനെ ഒന്ന് സെറ്റിൽ ആവാനായിട്ട്. പക്ഷെ നമുക്കിതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ സെൻസെക്സ് ഒരു 1497 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 79,809 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 1902 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 55,727 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 692 പോയിൻറ്റ്സ് താഴ്ന്ന് 17,227 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്ത്യയുടെ ആ GDPയുടെ ഗ്രോത്ത് വന്നിട്ടുള്ളൊരു പെർസെൻറ്റേജ് 7.8% കഴിഞ്ഞ വർഷത്തെ 6.5%-ന് എഗൻസ്റ്റായിട്ട് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതും പ്രത്യേകിച്ച് ഇതുപോലെ താരിഫ് നമ്മൾ ചാർജ് ചെയ്ത് എല്ലാവരും ഒരു കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന ആഴ്ചയിൽ തന്നെ ഇതുപോലെയുള്ളൊരു GDP നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ കാണേണ്ടത്, ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള നെമുറ എന്നുള്ള ബ്രോക്കിംഗ് ഹൗസ് ഇന്ത്യയുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ 50% താരിഫ് എന്നുള്ളത്, നമ്മൾ എല്ലാ ഐറ്റംസിലും ഈ താരിഫ് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60% ഐറ്റംസിനാണ് ഈ താരിഫ് ആപ്ലിക്കബിൾ ആകുന്നത്. അതേസമയം മറ്റു 40%-നും ഈ താരിഫിൻ്റെ 50% വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഇഫക്റ്റീവ് താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഒരു 33.6% താരിഫാണ് വരുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ ഒരു താരിഫ് 33.6%-ൻ്റെ അഗൻസ്റ്റ് ചൈനയുടെ ഒരു യൂസിലേക്കുള്ള എക്സ്പോർട്സിലുള്ള ഒരു ഇഫക്റ്റീവ് റേറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം 42%-ൻ്റെ താരിഫ് റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചൈനയായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ചൈനയിലേക്ക് ഇന്ത്യയും യൂസിലേക്ക് ഇന്ത്യയും ചൈനയും എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ളൊരു ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് 33.6%-ഉം ചൈനയുടേത് 42%-ഉം ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ വരുന്നൊരു എക്കണോമിക് കോൺസിക്വൻസ് നമ്മുടെ ഇന്ത്യയുടെ എക്സ്പോർട്സിൽ വരുന്ന ഈ അഡീഷണലായിട്ട് 50% താരിഫ് എന്നുള്ള ആ താരിഫും, അതുപോലെ തന്നെ ഇന്ത്യയുടെ H1B വിസാസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഈ രണ്ട് ഡിസിഷൻസും ആക്ച്വലി പറഞ്ഞാൽ യൂസിന് തന്നെയാണ്, അവരുടെ ഗ്രോത്തിന് തന്നെയാണ് ലോങ് ടൈമിൽ ഇമ്പാക്റ്റ് വരുത്താൻ പോകുന്നത്.
എസ്പെഷ്യലി ഈ H1B വിസാസിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വരുന്നത് കാരണം നമുക്ക് നമ്മുടെ H1B വിസ ഉപയോഗിച്ചുകൊണ്ട് യുഎസിലേക്ക് പോകുന്നവർ അവിടുത്തെ വർക്കേഴ്സ് മാത്രമല്ല, അവരവിടുത്തെ ടാക്സ് പേയേഴ്സാണ്, അവിടുത്തെ കൺസ്യൂമേഴ്സാണ്, അവിടെ ഹൗസിങ്ങും അത് ഹൗസിങ് കൺസ്യൂമേഴ്സും ഹൗസിങ് കൺസ്ട്രക്ഷൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ വലിയ ഒരു ഭാഗം എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടുത്തെ അതുപോലെയുള്ള കുറേയധികം കാര്യങ്ങളിൽ യുഎസിൻ്റെ തന്നെ കൺസംഷനെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് വരുത്തും. അവിടുത്തെ GDP ഗ്രോത്തിന് തന്നെ ഇമ്പാക്റ്റ് വരുത്താവുന്ന ഒരു ഡിസിഷനാണത്. എന്തായാലും നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ കേസിൽ ഇന്ത്യ ഒരു നിലയ്ക്കും ഈ അഗ്രികൾച്ചറിൻ്റെയും ഡയറിയുടെയും ഏരിയാസ് യുഎസിന് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന എന്തൊക്കെ ഇമ്പാക്റ്റുകൾ ഉണ്ടായാലും ഇന്ത്യക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് വലിയൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ നമുക്കതിനെ ഫേസ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതിന് ഫേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇതുപോലെയുള്ള ലോസുകളെ നമ്മൾ മറ്റുള്ള അഡീഷണൽ ബിസിനസ്സുകൾ കണ്ടെത്തിക്കൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം ജപ്പാനുമായിട്ടും ചൈനയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. ഒരു പക്ഷേ യുഎസ് ടാരിഫ്സ് അവർക്ക് വരുന്ന അതിൻ്റെ ഇമ്പാക്ട്സ് മനസ്സിലാക്കി തിരിച്ച് മാറ്റാൻ ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. കാരണം ട്രംപിൻ്റെ ഈ ഒരു പീരീഡിൽ ഇങ്ങനെയുള്ള കുറേയധികം നമ്മൾ കണ്ടു, ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻസ് അല്ല ചെയ്യുന്നതെന്ന് കണ്ടാൽ പോലും അതിൽ പിന്നോട്ട് പോകാൻ വാശി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാവേണ്ട ഒരു സമയമാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കമ്പനീസിന് ഇതിൽ നിന്നുള്ള വരുന്ന ബിസിനസ് ലോസുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് അതിൻ്റെ ബിസിനസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും ഒരു 4 സ്റ്റോക്കുകൾ, ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ചില സ്റ്റോക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള റീബൗണ്ടിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റോക്ക് ചാലറ്റ് ഹോട്ടൽസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഇത് ഹോട്ടൽസ് ഇൻഡസ്ട്രീസ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി 1010 ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചാലറ്റ് ഹോട്ടൽസും നല്ല രീതിയിൽ ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമുക്ക് വരും ദിവസങ്ങളിലും ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കൽപ്പത്താരു പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ എന്നുള്ള സ്റ്റോക്ക് കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസത്തിൽ 1249 കൽപ്പത്താരു പ്രൊജക്ട്സ് ആൻഡ് ഇൻ്റർനാഷണൽ KPIL എന്നുള്ള സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. KPIലും വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ സുന്ദരം ഫാസ്റ്റനേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി, ഓട്ടോ പാർട്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സെക്ടറിൽ നിന്നുള്ള കമ്പനി ഒരു കറക്ഷൻ, ഒരു 1497 എന്നുള്ളൊരു കറക്ഷനാണ്. 1019 കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുന്ദരം ഫാസ്റ്റനേഴ്സും വരും ദിവസങ്ങളിൽ ഇവിടെ നിന്നൊരു റീബൗണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി എന്നുള്ള സ്റ്റോക്ക്. പവർ ആൻഡ് ഇലക്ട്രിക് യൂട്ടിലിറ്റീസ് ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1512 ടെക്നോ ഇലക്ട്രിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ രത്തൻ എൻ്റർപ്രൈസസ് 16% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഓല ഇലക്ട്രിക് 14% ഉയർന്നും, ഓദം ഇൻവെസ്റ്റ്മെൻറ്റ്സ് 8% ഉയർന്നും, ഇക്ലർക്ക് സർവീസസ് 8% ഉയർന്നും, ഗ്രാനൂൾസ് 7% ഉയർന്നും, എയ്സ് 6% ഉയർന്നും, വാരി എനർജീസ് 6% ഉയർന്നും, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് 5% ഉയർന്നും, ക്രോംപ്ടൺ ഗ്രീവ്സ് 4% ഉയർന്നും, ഗോഡ്ഫ്രി ഫിലിപ്സ് 4% ഉയർന്നും, ഹുണ്ടായി മോട്ടോഴ്സ് 3% ഉയർന്നും, എഞ്ചിനീയേഴ്സ് ഇന്ത്യ 3% ഉയർന്നും, ത്രിവേണി എഞ്ചിനീയറിംഗ് 3% ഉയർന്നും, ഡാൽമിയ ഭാരത് 3% ഉയർന്നും, കൻസായി നെരോലക് 3% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം.
അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIS കഴിഞ്ഞ വീക്കിൽ 21,151.9 ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 28,645 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 22 ഓഗസ്റ്റിന് ക്ലോസ് ചെയ്തിരുന്നത് 24,870ലും 25 ഓഗസ്റ്റിന് 97 പോയിൻറ്റ്സ് ഉയർന്നുമാണ് ക്ലോസ് ചെയ്തിരുന്നത്. 26 ഓഗസ്റ്റിന് 255 പോയിൻറ്റ്സ് താഴ്ന്നും 28 ഓഗസ്റ്റിന് 211 പോയിൻറ്റ്സ് താഴ്ന്നും 29 ഓഗസ്റ്റിന് 74 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ 443 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസോടുകൂടി 1.78% താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഓഗസ്റ്റ് മന്ത് 341 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നിഫ്റ്റി 200 DMA വരുന്നത് 24,071 ആണ്. ഈ 24,071 എന്നുള്ള ലെവലായിരിക്കും നിഫ്റ്റിയുടെ ഇനിയുള്ള ഒരു കറക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിരിക്കുക. അതുപോലെ 100 DMA വരുന്നത് 24,686ഉം 20 DMA വരുന്നത് 24,701ഉം 50 DMA വരുന്നത് 24,998ഉം ആണ്. അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,617ഉം അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കുക 24,830, 25,234, 25,447, 25,669, 25,757 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ 24,617 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 24,213, 24,125, 23,823, 23,597, 23,308, 22,669 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്കിലി ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,455ഉം ലോവർ റേഞ്ച് 23,597 ആയിരിക്കും. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,617 ആയിരിക്കും. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ആസ്ക് ഓട്ടോമോട്ടീവ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 481 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു റെസിസ്റ്റൻസ് ആസ്ക് ഓട്ടോയുടെ അടുത്തൊരു റെസിസ്റ്റൻസ് 530 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആസ്ക് ഓട്ടോ ആണ്. ഒരു 481 മുകളിൽ അടുത്ത റെസിസ്റ്റൻസ് ആയിരിക്കും 530 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് ആണ്. ഈ സ്റ്റോക്ക് ഒരു വളരെ നല്ലൊരു അപ് ട്രെൻഡിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് ക്ലോസ് കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1174ലാണ്. ഈ ലെവലിന് മുകളിൽ ലുമാക്സ് ഓട്ടോ ടെക്നോളജീസിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 1300 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ലുമാക്സ് ഓട്ടോ ടെക്നോളജീസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ പാരദീപ് ഫോസ്ഫേറ്റ്സ്, ലോറസ് ലാബ്സ്, ഡെലിവറി, AB ക്യാപിറ്റൽ, അതുപോലെ EIH എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു ടെക്നിക്കലി അപ്വേർഡ് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.